ഹായ് ഡിയേഴ്സ്, എന്ത് പറയുന്നു എല്ലാവരും? ഓണൊക്കെ കേമായോ? എന്താ ഒരു വാഴ കുലയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓണത്തിൽ ഒരു എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പുളിയിഞ്ചി അല്ലേ. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ചീനമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഒന്ന് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് പുളി നന്നായി നമുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ആ പുളിയിനിട്ട് നമ്മൾ അരിച്ചെടുക്കാം, അത്രേ വേണ്ടൂ. പിന്നെ ഓരോ തരത്തിലാണ് ഓരോരുത്തരും ഉണ്ടാക്കുക. പല വേഷ്യനുണ്ട് ഇതിൽ, കുറേ ടൈപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിക്കും, എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് അത് അരിച്ചെടുക്കും. എന്നിട്ട് വെളിച്ചെണ്ണയിൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താ വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും അരിയുക. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇഞ്ചിയും കുഞ്ഞും നമ്മുടെ പച്ചമുളകുമാണ്, കാന്താരിയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. എല്ലാം ഉണ്ട് ഇതിൽ, പുളി, ഉപ്പ്, എന്താ പറയുക, മധുരം എല്ലാം കൂടി ഒരു കറിയാണ് കേട്ടോ. നമ്മൾക്ക് എല്ലാം ബാലൻസ് ചെയ്തതാണല്ലോ നമ്മുടെ ഓണസദ്യ. അതിന് പ്രത്യേകതയാണ്. പുളിക്ക് പുളിയുണ്ട്, മധുരത്തിന് മധുരമുണ്ട്, പിന്നെ എന്താ പറയുക, എല്ലാം കൂടി ചേർന്ന് നമ്മുടെ എല്ലാ രസങ്ങളും കൂടി ചേർന്നതാണ് നമ്മുടെ ഓണസദ്യ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം അറിയിക്കുന്നതാണ് ഓണസദ്യ. അപ്പോൾ ഇഞ്ചി നന്നായി ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളക്, നമ്മുടെ കുഞ്ഞു കാന്താരി ഇട്ടിട്ട് ഒന്ന് നന്നായി ഫ്രൈ ആക്കി കൊണ്ടുവരിക. പിന്നെ നമ്മുടെ കറിവേപ്പില നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, പുളി തിളപ്പിക്കുമ്പോൾ ആഡ് ചെയ്യാം, ലാസ്റ്റ് നമുക്ക് വറുത്തിടുമ്പോഴും ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ കറിവേപ്പില ഇതിന് ടേസ്റ്റ് കൂട്ടുന്നതാണ് കേട്ടോ പുളിയിഞ്ചീനെ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് ആവശ്യത്തിന് ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച് വരുമ്പോൾ അത് കുറുകി കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ കുറച്ച് ലൂസാണെങ്കിലും അത് പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവും. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എടുത്തു വയ്ക്കാം. അത്രയും സ്വാദിഷ്ടമായ ഒരു കറി തന്നെയാണ് അല്ലേ. ഇഞ്ചി തൈരും പുളിയിഞ്ചിയൊക്കെ നമുക്ക് എന്താ പറയുക ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ സദ്യയുടെ എന്താ പറയുക ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം. എന്തായാലും നമ്മുടെ കേരളത്തിലെ സദ്യ ആര് കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊന്നും നമുക്ക് കൂടുതലായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാലും ഓരോ കറിയും സൂപ്പറാണ് കേട്ടോ. കല്ലുപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒക്കെ ചേർത്ത് അതിൻ്റെ സ്വാദൊന്ന് കൂട്ടുക. ലാസ്റ്റ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇതിൽ ഉപ്പ് കൂടിയോ അതോ പുളി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടോ, മധുരം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഒരു പീസ് ശർക്കര ഇടുക, എന്നിട്ട് അത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ട് അതിൽ മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം, എരിവ് കുറവാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി ചേർക്കാം. ഓരോ പുളിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും അതിൻ്റെ പുളിയുടെ ഇത്, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനൊരു പീസ് പുളിയാണ് എടുത്തതിൽ അത് 1.5-2 ഗ്ലാസ് വെള്ളം ചേർത്തു, എന്നിട്ടാണ് ചെയ്തത്. മെല്ലെ കുറുക്കി കൊണ്ടുവരിക. ഇനി ലാസ്റ്റ് നമുക്ക് വറുത്തിടാം. എള്ളാണ് ചേർക്കുന്നത് വറുത്തിടാൻ, കടുകല്ല ചേർക്കുന്നത്. എള്ള്, മുളക്, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് അങ്ങോട്ട് വറുത്തിടുക. ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് കേട്ടോ പുളിയിഞ്ചി. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യുന്നൊരു പുളിയിഞ്ചി. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഓരോ ദിവസം ഓരോ സ്പൂൺ എടുത്ത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഓണത്തിനും വിഷുവിനും മാത്രമല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് ഈ പുളിയിഞ്ചി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഓണം നന്നായി ആഘോഷിച്ചല്ലോ. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലെ കുറേ പ്രാവശ്യം പോയി. അവിടുത്തെ പൂക്കളും അത്തകളും ഒക്കെ നല്ല രസമാണല്ലോ, വല്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്നുകൊണ്ട് ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.